ട്രെയിൻ മാർഗം നാട്ടിൽ നിന്നും മടങ്ങി വരുന്നതിനിടെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി കന്യാസ്ത്രീ മരിച്ചു. ദി കോൺഗ്രിഗേഷൻ ഓഫ് ദി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആൻഡ് സന്യാസ സമൂഹത്തിലെ അംഗവും തൃശൂർ സ്വദേശിനിയുമായ സിസ്റ്റർ ഫിലോ വർഗീസാണ് മരിച്ചത്. 76 വയസ്സായിരുന്നു. ജൂൺ 3 ബുധനാഴ്ച ഉച്ചയോടെ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ എക്സിറ്റിന് സമീപമായിരുന്നു ദാരുണമായ സംഭവം. ലഗേജില്ല, ഞാൻ തനിയെ വന്നോളാം എന്നായിരുന്നു സിസ്റ്റർ ഫിലോ വർഗീസ് സന്യാസിനികളോട് പറഞ്ഞ അവസാന വാക്കുകൾ. കേരളത്തിൽ നിന്ന് വിജയവാഡയിലേക്ക് മടങ്ങുകയാണെന്ന വിവരം തലേദിവസം സിസ്റ്റർ ഫിലോ അധികൃതരെ അറിയിച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോൺഗ്രിഗേഷന്റെ വണ്ടി അയക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും സിസ്റ്റർ അത് സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നുവെന്ന് മുൻ സുപ്പീരിയർ സിസ്റ്റർ തെരേസ വ്യക്തമാക്കി. സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വാഹനം അയക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് ലഗേജുകളൊന്നും തന്നെ ഇല്ല എന്നും തനിയെ വരാൻ ബുദ്ധിമുട്ടില്ല എന്നുമാണ് സിസ്റ്റർ മറുപടി നൽകിയതെന്ന് മുൻ സുപ്പീരിയർ സിസ്റ്റർ തെരേസ പറഞ്ഞു. ട്രെയിൻ വിജയവാഡയിലെത്തിയ ശേഷം സ്റ്റേഷന് പുറത്തേക്ക് നടക്കവേ സിസ്റ്റർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. വിവരമറിഞ്ഞ് സന്യാസിനി സമൂഹത്തിലെ മറ്റംഗങ്ങൾ ഉടൻ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയെങ്കിലും സിസ്റ്റർ മരണത്തിന് കീഴടങ്ങി. തുടർന്ന് റെയിൽവേ പോലീസ് എത്തി നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുകയും പരിശോധനയിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. റിട്ടയർഡ് അധ്യാപക കൂടിയായ സിസ്റ്റർ ഫിലോ വർഗീസ് തന്റെ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതം കൊണ്ടും സന്യാസവ്രതത്തോടുള്ള അടിയുറച്ച സമർപ്പണം കൊണ്ടും എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു. ഈ വർഷം വിജയവാഡ കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറായി സിസ്റ്റർ ഫിലോയെ വീണ്ടും തെരഞ്ഞെടുത്തിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ചുമതലയേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയായിരുന്നു ഈ അപ്രതീക്ഷിത വിയോഗം. സിസ്റ്ററുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി സിസ്റ്റേഴ്സ് ഓഫ് സെന്റ് ആൻഡ് സമൂഹം പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചു.